നമസ്കാരം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമുയർത്തി രാഹുൽ ഗാന്ധി. ചൈനയുടെ കടന്നുകയറ്റം സർക്കാരിന്റെ പരാജയമെന്ന് കുറ്റപ്പെടുത്തൽ. ബിജെപിയിലെ ദളിത് OBC എംപിമാർക്ക് അധികാരം കിട്ടുന്നില്ലെന്നും രാഹുൽ. പ്രസംഗം തടസ്സപ്പെടുത്തി ബിജെപി എംപിമാർ. ലോക്സഭയിൽ ബഹളം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. മോദിയുടെ ഗ്യാരണ്ടിയും ആപ്പിന്റെ കള്ളവും തമ്മിലുള്ള മത്സരമെന്ന് അമിത്ഷാ. ബജറ്റ് മോദിയുടെ സമ്മാനമെന്ന ബിജെപിയുടെ പത്രപരസ്യം ചട്ടലംഘനമെന്ന വാദം ഘടിപ്പിച്ച് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. കോട്ടയത്ത് തട്ടുകടയിൽ പോലീസുകാരനെ ചവിട്ടിക്കൊന്നയാൾ സ്ഥിരം ഗുണ്ട. പ്രതി ജിബിൻ എത്തിയത് മറ്റൊരു തട്ടുകടക്കാരൻ കൊടുത്ത കൊട്ടേഷൻ നടത്താൻ. കൊലക്കുറ്റം ചുമത്തി മരിച്ച CPO ശ്യാംപ്രസാദിന്റെ പൊതുദർശനം തുടരുന്നു. ധനുവച്ചപുരത്തെ സെലീനാമയുടെ മൃതദേഹം കല്ലറയ്ക്ക് പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തു. കല്ലറ തുറന്നത് മകന്റെ പരാതിയെ തുടർന്ന്. സെലീനാമ ധരിച്ചിരുന്ന 5 പവന്റെ മാല കാണാനില്ലെന്ന് മകൻ രാജൻ. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് അപേക്ഷ നൽകി. 2 ദിവസത്തിനുള്ളിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ നീക്കം. ചെന്താമര അറസ്റ്റിലായ ദിവസം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച CPIM പ്രവർത്തകൻ അടക്കം അറസ്റ്റിൽ. കൊച്ചിയിലെ റാഗിംഗ് ആത്മഹത്യയിൽ വ്യക്തമായ മറുപടി നൽകാനാവാതെ സ്കൂൾ മാനേജ്മെന്റ്. സാമൂഹിക നീതി വകുപ്പിന്റെ അന്വേഷണം വേണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. 3 ദിവസത്തിനുള്ളിൽ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ ഗ്ലോബൽ ജം സ്കൂളുകൾക്കെതിരെ നടപടിയെന്നും S. ഷാനവാസ്. എറണാകുളം വേങ്ങൂരിൽ കോളേജ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. മരിച്ചത് കോട്ടയം സ്വദേശി അനീറ്റ. മൃതദേഹം കാണപ്പെട്ടത് ജനലഴിയിൽ തൂങ്ങിയ നിലയിൽ. തൃശൂരിൽ K. മുരളീധരനെ കോൺഗ്രസ് നേതാക്കൾ ചതിച്ചുവെന്ന് KPCC ഉപസമിതി റിപ്പോർട്ട്. TN പ്രതാപൻ, ജോസ് വള്ളൂർ, അനിൽ അക്കര എന്നിവർക്ക് തോൽവിയിൽ പങ്ക്. നേതാക്കൾക്കെതിരെ സംഘടനാ നടപടിക്കും ശുപാർശ. പുറത്തുവന്നത് യഥാർത്ഥ റിപ്പോർട്ടിലെ വിവരങ്ങളല്ലെന്ന് VD സതീശൻ. ഉന്നത കുലജാതൻ പരാമർശം പിൻവലിച്ചില്ലെങ്കിലും സുരേഷ് ഗോപിക്കെതിരെ നിലപാട് ഘടിപ്പിച്ച് LDF-ഉം UDF-ഉം. സംസ്ഥാന വ്യാപക പ്രതിഷേധമെന്ന് CPI. മാപ്പിൽ തീരില്ലെന്ന് V. ശിവൻകുട്ടി. പ്രതികരിക്കാതെ BJP നേതൃത്വം. പാർലമെന്റിന് മുന്നിൽ കേരള MPമാരുടെ പ്രതിഷേധം. അയാൾ അവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. അവള് കഴുത്തിനേറി പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു ഭയങ്കരമായിട്ട്. അതേപോലെ തന്നെ അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ നേരിട്ടത് കടുത്ത പീഡനമെന്ന് സുഹൃത്ത്. മൊബൈൽ ഫോണിലടക്കം സംസാരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. കൂട്ടുകാരികളുമായി സംസാരിച്ചിരുന്നത് രഹസ്യമായി. ഭർത്താവ് പ്രബിൻ റിമാൻഡ്. കോട്ടയം ഏറ്റുമാനൂരിൽ പോലീസുകാരനെ ചവിട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി 2022 മുതൽ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് എന്ന് കോട്ടയം SP A. ഷാഹുൽ ഹമീദ്. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലടക്കം വിവിധ സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ 7 കേസുകൾ നിലവിലുണ്ട്. തട്ടുകടക്കാർ തമ്മിലുള്ള തർക്കത്തിൽ കൊട്ടേഷൻ എടുത്താണ് പ്രതി എത്തിയത് എന്ന് സംശയിക്കുന്നതായും SP പറഞ്ഞു. പ്രതിക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തിയിട്ടുള്ളതായും SP പ്രതികരിച്ചു. ഇയാൾക്ക് 2022 മുതൽ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ റൗഡി ഹിസ്റ്ററി ഷീറ്റ് ഉണ്ട്. ഇയാൾ മൊത്തം 7 കേസിൽ പ്രതിയാണ്. ഗാന്ധിനഗറിൽ തന്നെ 308 കേസ്, അതുപോലെ ഒരു മോഷണ കേസ്, കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു 325 കേസ്, അതുപോലെ സുവമോട്ടോ ആയിട്ട് പോലീസ് എടുത്ത അബ്കാരി ആക്ട് NDPS ഒരു കഞ്ചാവ് ഉപയോഗിച്ചതിനുള്ളൊരു കേസ്. അങ്ങനെ മൊത്തം 7 കേസിൽ പ്രതിയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രാഥമിക വിവരം അങ്ങനെയാണ്. ഈ സാലി മൊഴി തന്നിരിക്കുന്നത് പ്രകാരം തൊട്ടടുത്തുള്ള തട്ടുകടയിലുള്ള പ്രകാശൻ പറഞ്ഞയച്ചു എന്നുള്ള രീതിയിലാണ് നമുക്ക് മൊഴി കിട്ടിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം. പ്രകാശനും ജിബിൻ ജോർജും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തണം. കൂടുതൽ അന്വേഷണത്തിൽ അത് പറയാൻ കഴിയുള്ളൂ. മരിച്ച CPO ശ്യാംപ്രസാദിന്റെ പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. വിവരങ്ങളുമായി G. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോഴും പൊതുദർശനം തുടരുകയാണോ? ആരെല്ലാമാണ്
പൊതുദർശനത്തിന് പ്രധാനമായും എത്തിയ നേതാക്കൾ, മറ്റെന്തെല്ലാമാണ് വിവരങ്ങൾ? പോലീസ് ക്ലബിലെ പൊതുദർശനം പൂർത്തിയായിട്ടുണ്ട് അഭിലാഷ്. മന്ത്രി VN വാസവനാണ് ആദ്യം അന്തിമോപചാരം അർപ്പിച്ചത്. തുടർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA എത്തി. തൊട്ടു പിന്നാലെയാണ് റോഷി അഗസ്റ്റിൻ എത്തിയത്. ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ഉൾപ്പെടെയുള്ള പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരും ജില്ലയിലെ ഉദ്യോഗസ്ഥരും പുഷ്പചക്രം അർപ്പിച്ചു. എന്തായാലും തുടർന്ന് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയം കൂടി കഴിഞ്ഞാൽ വൈകുന്നേരത്തോടുകൂടി മാഞ്ഞൂരിലെ ആണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഇങ്ങനെയൊരു നേരത്തെ തന്നെ രാവിലെ തന്നെ വാർത്തകൾ വരുമ്പോൾ നൽകിയിരുന്ന വിവരം ഈ രണ്ട് തട്ടുകടക്കാർ തമ്മിലുള്ള ഒരു തർക്കം, അവർക്കിടയിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എത്തിയതാണ് ഒരാളുടെ നിർദ്ദേശപ്രകാരം എത്തിയതാണ് എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. അതാണ് ജില്ലാ പോലീസ് മേധാവിയും സ്ഥിരീകരിക്കുന്നത്. സാലിയും പ്രകാശനും തമ്മിലുള്ള തർക്കം, അതിൽ പ്രകാശന്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത് ഈ സാലിയുടെ തട്ടുകട പൂട്ടിക്കാൻ വേണ്ടി എത്തിയതാണോ എന്ന സംശയമാണ് പോലീസ് പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് സാലിയുടെ മൊഴി അങ്ങനെയാണ്. പ്രകാശനെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെ ഒരു കൊട്ടേഷനാണോ ഇതിന് പിന്നിലുള്ളത് എന്ന് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം, അവർക്കിടയിലെ തട്ടുകട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്തുമ്പോൾ തന്നെ എത്തിയൊരു പോലീസുകാരനെ വകവരുത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗൗരവം വല്ലാതെ കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇയാൾ മാത്രമാണ് പ്രതി. ഈ സെബിൻ ജോർജിനെതിരെ കൊലപാതക കുറ്റമടക്കം ചുമത്തിയാണ് പോലീസ് ചോദ്യം ചെയ്യലടക്കം തുടരുന്നത്. എന്തായാലും ഇയാളുടെ തെളിവെടുപ്പുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട്. പക്ഷേ പോലീസ് രാവിലെ തൊട്ട് ഉച്ചവരെ ഏറ്റുമാനൂർ പോലീസ് ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിരുന്നു. ഒരുപക്ഷെ പ്രതിയെ റിമാൻഡ് ചെയ്ത ശേഷമായിരിക്കുമോ തെളിവെടുപ്പിന് എത്തിക്കുക എന്ന കാര്യവും ഇനിയും വ്യക്തമായിട്ടില്ല. പ്രതി വളരെ അക്രമകാരിയായാണ് പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരുന്നത്. ലോക്കപ്പിനുള്ളിലും ആ നിലയിൽ ബഹളം വെക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് രാവിലെയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഇയാളും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഞ്ചാവ് അടക്കമുള്ള വിവിധ മയക്കുമരുന്ന് കേസുകളിൽ കൂടി പ്രതിയാണ് ഇയാൾ. കൊലപാതക ശ്രമത്തിൽ അടക്കം വിവിധ തരത്തിലുള്ള തല്ല് കേസുകൾ അടക്കം ഇയാൾക്കെതിരെ ഉണ്ട്. അതെല്ലാമാണ് ജില്ലാ പോലീസ് മേധാവി ചൂണ്ടിക്കാണിച്ചത്. റൗഡിയാണ് എന്നും പോലീസ് സ്ഥിരീകരിക്കുകയാണ്. എന്തായാലും ഈ മറ്റാരെങ്കിലും ഇനി പ്രതിയാകാനുള്ള സാധ്യതയുണ്ടോ എന്നതുകൂടി പോലീസ് പരിശോധിച്ച് വരികയാണ്. പ്രത്യേകിച്ച് ഈ പ്രകാശനും ഈ സെബിൻ ജോർജും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന കാര്യം കൂടി പരിശോധിക്കുകയാണ്. അയാൾക്ക് കൂടി അതൊരു കൊട്ടേഷൻ കേസായി ഒരുപക്ഷെ മാറിയേക്കാം. അതിനപ്പുറത്തേക്ക് കൊലപാതകത്തിലേക്ക് എത്തിയത് അപ്രതീക്ഷിതമാണ്. അതിൽ പ്രകാശനും പങ്കുണ്ട് എന്ന് കരുതാൻ ആകുന്ന ഒരു സ്ഥിതിവിശേഷമല്ല ഉള്ളത്. പക്ഷെ പ്രകാശനെതിരെ മറ്റ് കേസുകൾ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ വിശദാംശങ്ങൾ ആണ് ശ്രീജിത്ത് നൽകിയത്. തിരുവനന്തപുരം ധനുവച്ചപുരത്ത് സെലീനാമയുടെ മൃതദേഹം കല്ലറയ്ക്ക് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി വീണ്ടും സംസ്കരിച്ചു. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന മകൻ രാജന്റെ പരാതിയെ തുടർന്നായിരുന്നു നടപടി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആചാരപരമായി തന്നെയാണ് മൃതദേഹം സംസ്കരിച്ചത്. കഴിഞ്ഞ മാസം 6-ന് സെലീനാമ വാങ്ങിയ പുതിയ ആഭരണങ്ങൾ കാണാനില്ല എന്ന് മകൻ രാജൻ പറഞ്ഞു. അപ്പം അമ്മയുടെ കഴുത്തിൽ ഒരു 2 കമ്മലും 2 ഇയർ ചെയിനും ഒരു മാലയുണ്ടായിരുന്നു. ഈ അടക്കത്തിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടി ഇതുകൊണ്ട് പണയം വയ്ക്കാൻ പോയപ്പോൾ അതൊരു മുക്കുപണ്ടമായിരുന്നു. അപ്പം ഞാനും വീട്ടിൽ കുറച്ച് ദിവസം ഇല്ലായിരുന്നു. അപ്പം ഞാനില്ലാത്തതുകൊണ്ടാവും അമ്മ ഈ മാലയും സാധനങ്ങളെല്ലാം അലമാരിൽ വെച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അടക്കമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ അലമാര തുറക്കുന്നത്. അപ്പോഴേക്കും അമ്മ ഈ അടുത്ത ദിവസം, അതായത് കഴിഞ്ഞ മാസം 6-ാം തീയതി ഈ ജോയ് ആലുക്കാസിൽ നിന്ന് 3 പവൻ്റെ ആഭരണം വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ കയ്യിൽ കുറച്ച് 2 വളയും മോതിരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴേക്കും പിന്നെയാണ് ബന്ധുക്കൾക്ക് എല്ലാവർക്കും സംശയമായി. ആ സംശയം എനിക്കും ബലപ്പെട്ടു. അപ്പം പിന്നെ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഞാൻ സ്റ്റേഷനിൽ പരാതിപ്പെടുകയും അതിപ്പം ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം റിസൾട്ട് വരുമ്പോഴേ അറിയാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രത്യക്ഷത്തിൽ നമുക്ക് പറയത്തക്ക രീതിയിലൊന്നും ഇല്ല. അത് മകന്റെ പരാതിയാണ്. അപ്പം മകൻ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിച്ചതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അതിനകത്ത് ഒരു മാല ഗോൾഡല്ല എന്നുള്ള ഒരു ഇത് വന്നപ്പോഴാണ് ഇയാൾ സംശയം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംശയമുള്ളത് പറഞ്ഞതുകൊണ്ട് പ്രകടിപ്പിച്ചതുകൊണ്ട് പോലീസ് അങ്ങനെ ചെയ്യുന്നു. മഞ്ചേരി എളങ്കൂരിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ
ഭർതൃവീട്ടിൽ സമാനതകളില്ലാത്ത പീഡനങ്ങൾ അനുഭവിച്ചിരുന്നുവെന്ന് സുഹൃത്ത്. ശാരീരികമായും മാനസികമായും പ്രബിൻ വിഷ്ണുജയെ ഉപദ്രവിച്ചിരുന്നു. മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതി പ്രബിനെ 2 ആഴ്ചത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. പുറമേക്ക് മാന്യനായിരുന്ന, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറിയിരുന്ന പ്രബിന്റെ മറ്റൊരു മുഖമാണ് വിഷ്ണുജയുടെ മരണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. വിഷ്ണുജയെ പ്രബിൻ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു. വിഷ്ണുജ പ്രശ്നങ്ങളും വിഷമങ്ങളും മറ്റാരോടെങ്കിലും ഫോണിൽ സംസാരിക്കുന്നുണ്ടോ എന്നുപോലും പ്രബിൻ നിരീക്ഷിച്ചിരുന്നു, പരിശോധിച്ചിരുന്നു. വിഷ്ണുജയുടെ സുഹൃത്ത് തുറന്നു പറയുന്നു. അയാള് വാട്സപ്പ് അവളുടെ കണക്റ്റഡ് ആയിരുന്നു. വാട്സപ്പിലൊന്നും അവൾ ഒരിക്കലും ഞങ്ങളോട് ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ അറിയാണ്ട് ടെലിഗ്രാമിലൊക്കെ ആയിരുന്നു ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അയാൾ ഇടയ്ക്ക് അവളെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കും. ഇനിയിപ്പോൾ അവളെന്തേലും അയാളെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയാം. അതുപോലെ തന്നെ വിളിച്ച് ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് അവളെ നിർബന്ധിക്കാറുണ്ടായിരുന്നു സംസാരിക്കാൻ. അയാളുള്ളത് അറിയിക്കാണ്ട് അവളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും ഞങ്ങളോട് സംസാരിക്കാൻ. പ്രബിനെതിരെ ആത്മഹത്യാ പ്രേരണ, ഭർതൃപീഡനം തുടങ്ങിയ കുറ്റങ്ങൾക്കുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വിഷ്ണുജയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനകൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകളും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴികളും അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും പോലീസിന്റെ അന്വേഷണം. പ്രബിന്റെ കുടുംബാംഗങ്ങളെ കേസിൽ പ്രതി ചേർക്കുന്നത് തെളിവുകൾ കൂടി ശേഖരിച്ച ശേഷമായിരിക്കും. ന്യൂസ് 18 മലപ്പുറം. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. 2 ദിവസത്തേക്കാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. നാളെയും മറ്റന്നാളും ചെന്താമരയുമായി തെളിവെടുപ്പ് നടത്തും. ജനരോഷം കണക്കിലെടുത്ത് വൻ സുരക്ഷയാണ് പോലീസ് ഒരുക്കുന്നത്. നാടിനെ നടുക്കിയ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ അടുത്ത ദിവസങ്ങളിൽ തെളിവെടുപ്പിനെത്തിക്കാനാണ് പോലീസ് നീക്കം. കൊലപാതകം നടന്ന സ്ഥലം, പ്രതിയുടെ വീട്, പ്രതി ഒളിച്ചുകഴിഞ്ഞ സ്ഥലം തുടങ്ങിയ ഇടങ്ങളിൽ എത്തിച്ചാകും തെളിവെടുപ്പ്. പ്രതിയെ എത്തിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയൊരുക്കാനാണ് പോലീസ് തീരുമാനം. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്ന് ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ പറഞ്ഞു. 500ഓളം പോലീസിനെ പോത്തുണ്ടി തിരുവമ്പാടത്ത് വിന്യസിക്കും. അതേസമയം പ്രതി ചെന്താമരയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ആക്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായി. പോത്തുണ്ടി സ്വദേശികളായ രഞ്ജിത്ത്, ഷിബു എന്നിവരാണ് പിടിയിലായത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ച കണ്ടാലറിയാവുന്ന 14 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. എറണാകുളം കുറുപ്പുംപടി വേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി കോളേജിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം പാറമ്പുഴ സ്വദേശിനി അനീറ്റ ബിനോയ് ആണ് മരിച്ചത്. 3ാം വർഷ BBA വിദ്യാർത്ഥിനിയാണ്. ഹോസ്റ്റൽ മുറിയിലെ ജനൽ കമ്പിയിൽ തൂങ്ങിയ നിലയിലാണ് രാവിലെ 7 മണിയോടെ മൃതദേഹം കണ്ടത്. കുറുപ്പുംപടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് മുക്കത്ത് പീഡനശ്രമം ചെറുക്കുന്നതിനിടെ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടി യുവതിക്ക് ഗുരുതര പരിക്ക്. ഇന്നലെ രാത്രി 11:30യോടെയായിരുന്നു സംഭവം. സ്വകാര്യ ലോഡ്ജിലെ ജീവനക്കാരിയായ യുവതിക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ലോഡ്ജ് ഉടമ അടക്കമുള്ളവർക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 11:30യോടെയാണ് സംഭവം. അടുത്തിടെ മാമ്പറ്റയിൽ തുടങ്ങിയ ലോഡ്ജിലെ ജീവനക്കാരിക്ക് നേരെയാണ് അതിക്രമം. 3 മാസമായി ഇവർ ലോഡ്ജിൽ ജോലിക്ക് കയറിയിട്ട് ഇന്നലെ രാത്രി ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കെ 3 പേരെത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഈ സമയം പ്രാണരക്ഷാർത്ഥം ഓടി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയെന്നുമാണ് യുവതിയുടെ മൊഴി. വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ലോഡ്ജ് ഉടമയും 2 ജീവനക്കാരുമാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് മൊഴി. ലോഡ്ജ് ഉടമ മമ്പറ്റ സ്വദേശി ദേവദാസ്, ജീവനക്കാരായ റിയാസ്, സുരേഷ് എന്നിവർ ഒളിവിലാണ്. മറ്റ് 2 യുവതികൾ കൂടി ലോഡ്ജിൽ ജോലി ചെയ്യുന്നുണ്ട്. സംഭവ ദിവസം ഇവർ അവധിയായിരുന്നു. ആക്രമണത്തിനിരയായ 29-കാരി കണ്ണൂർ സ്വദേശിനിയാണ്. സംഭവത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് പെൺകുട്ടിയുടെ കുടുംബം. ന്യൂസ് 18 കോഴിക്കോട്. തൃപ്പൂണിത്തുറ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മിഹിർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണം ആരംഭിച്ചു. മിഹിറിന്റെ മാതാപിതാക്കളും സ്കൂൾ അധികൃതരും തെളിവെടുപ്പിനായി എറണാകുളത്തെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരായി. മിഹിർ മുമ്പ് പഠിച്ചിരുന്ന ജെംസ് മോഡേൺ അക്കാദമി സ്കൂൾ അധികൃതരും തെളിവെടുപ്പിൽ ഹാജരായി. മിഹിർ പഠിച്ച 2 സ്കൂൾ മാനേജ്മെന്റുകളോടും NOC ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S ഷാനവാസ് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ S ഷാജഹാനാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. മെഹറിന്റെ രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് സ്കൂൾ അധികൃതർക്ക് സംഭവത്തിലുള്ള വിശദീകരണം തേടിയത്. അതേസമയം മിഹിർ 3 മാസം മുമ്പ് പഠിച്ചിരുന്ന ജെംസ് മോഡേൺ അക്കാദമി സ്കൂൾ വൈസ് പ്രിൻസിപ്പലിനെ അന്വേഷണ വിധേയമായി സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു.
മിഹിറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. മിഹിറിന്റെ മരണം സഹപാഠികളുടെ റാഗിംഗിൽ മനം നൊന്താണെന്ന് ആരോപിച്ച് കുടുംബം പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് അന്വേഷണം നടത്തുന്നത്. ഡിജിപിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച 10-അംഗ അന്വേഷണ സംഘവും നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. കഴിഞ്ഞ ദിവസം സ്കൂൾ അധികൃതരെ ഇവർ ചോദ്യം ചെയ്തിരുന്നു. മിഹിറിനുണ്ടായ ദുരവസ്ഥ ഒരു കുട്ടിക്കും ഉണ്ടാകരുതെന്നും മരണത്തിന് ഉത്തരവാദികളായവർ ശിക്ഷിക്കപ്പെടണമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ പങ്കുവച്ചു. കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ് മിഹിർ ആത്മഹത്യ ചെയ്യുന്നത്. ന്യൂസ് 18 കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കെ മുരളീധരനെ പാർട്ടിക്കാർ തന്നെ ചതിച്ചുവെന്ന് KPCC ഉപസമിതി റിപ്പോർട്ട്. TN പ്രതാപൻ, ജോസ് വള്ളൂർ, അനിൽ അക്കരെ, MB വിൻസെന്റ് എന്നിവരുടെ പേരെടുത്തു പറഞ്ഞാണ് റിപ്പോർട്ട്. ആരോപണ വിധേയരായ നേതാക്കൾക്കെതിരെ സംഘടനാ തലത്തിൽ നടപടി വേണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF തരംഗമുണ്ടായിട്ടും തൃശൂരിൽ കെ മുരളീധരന്റെ കനത്ത പരാജയത്തിന് വഴിവെച്ചതിൽ സിറ്റിംഗ് MP ആയിരുന്ന TN പ്രതാപൻ, DCC അധ്യക്ഷനായിരുന്ന ജോസ് വള്ളൂർ, MB വിൻസെന്റ്, അനിൽ അക്കര തുടങ്ങിയവർക്ക് പങ്കുണ്ടെന്നാണ് ഉപസമിതി അന്വേഷണത്തിലെ കണ്ടെത്തൽ. മുരളീധരൻ ചതിക്കപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പിന് 1.5 വർഷം മുമ്പ് സിറ്റിംഗ് MP ഇനി പാർലമെന്റിലേക്ക് മത്സരിക്കാനില്ലെന്ന പരസ്യ പ്രസ്താവന നടത്തിയതിലൂടെ സുരേഷ് ഗോപിക്ക് എതിരാളികളില്ലെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു. വടകര MP ആയിരുന്ന കെ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കാനുള്ള അപ്രതീക്ഷിതമായ ഹൈക്കമാൻഡ് തീരുമാനത്തിൽ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നാണ് സൂചന. കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തൃശൂർ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ജോസ് വള്ളൂർ, അനിൽ അക്കര തുടങ്ങിയ നേതാക്കൾക്കെതിരായ KPCC ഉപസമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ DCCയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴി തുറന്നേക്കുമെന്നാണ് സൂചന. DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പൊതുസമ്മതനെ കണ്ടെത്തുക എന്നതാകും നേതൃത്വത്തിന് മുമ്പിലെ ഇനിയുള്ള വെല്ലുവിളി. രാഷ്ട്രീയകാര്യ സമിതി അംഗമായ KC ജോസഫ്, T സിദ്ദിഖ്, INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ തുടങ്ങിയവർ ഉൾപ്പെട്ട സമിതിയാണ് അന്വേഷണ റിപ്പോർട്ട് KPCC നേതൃത്വത്തിന് കൈമാറിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. നടിയുടെ ലൈംഗികാരോപണ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിട്ടും മുകേഷ് MLAയുടെ രാജി ആവശ്യം ശക്തമാക്കാതെ പ്രതിപക്ഷം. മുകേഷ് രാജിവെക്കണോ എന്ന് അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അത് അവർ മുകേഷ് തീരുമാനിക്കട്ടെ, അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ. രണ്ടാമത്തെ കുറ്റപത്രമാണ്. അതിനെതിരായിട്ട് എന്ത് നടപടി സ്വീകരിക്കണമെന്ന് അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ, അദ്ദേഹം തീരുമാനിക്കട്ടെ, അദ്ദേഹം രാജിവെക്കണോ വേണ്ടേ. നടിയുടെ പരാതിയിൽ മുകേഷ് MLA കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തിയാൽ മാത്രം രാജിമതിയെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് മുകേഷ് ആണ് എന്നും സതീദേവി പറഞ്ഞു. കേസിന്റെ വിചാരണ നടന്ന് കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം അദ്ദേഹത്തിന് തീരുമാനിക്കാവുന്നതാണ്. ധാർമ്മികത ഓരോ ആളുകളെയും സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കാനാണെങ്കിൽ അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടുന്നത്. നിയമപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഡൽഹിയിൽ കൊട്ടിക്കലാശം. ഒരു മാസത്തിനടുത്ത് നീണ്ട ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ഇന്ന് വൈകിട്ടോടെ സമാപനമാവും. അവസാന മണിക്കൂറുകളിൽ വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. മുഖ്യമന്ത്രി അതിഷിക്കായി അരവിന്ദ് കെജ്രിവാൾ റോഡ് ഷോ നടത്തുന്നുണ്ട്. ജഗ്പുരയിൽ ആയിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അവസാന ദിനത്തിലും കടുത്ത വിമർശനവുമായി അരവിന്ദ് കെജ്രിവാൾ രംഗത്തു വന്നു. അനധികൃത കോളനികൾ നിയമവിധേയമാക്കുന്നതും പുനരധിവാസവും എല്ലാ കാലത്തും ഡൽഹിയിൽ പ്രചാരണ വിഷയമാണ്. 15 ലക്ഷം വോട്ടർമാരാണ് ഡൽഹിയിലെ വിവിധ ചേരികളിൽ കഴിയുന്നത്. കുടിയൊഴിപ്പിക്കൽ ഭീഷണി ഒഴിയാത്ത മദ്രാസി ക്യാമ്പിൽ ഉള്ളവർ രാഷ്ട്രീയ പാർട്ടികളോട് പറയുന്നത് മെച്ചപ്പെട്ട സ്ഥലത്ത് പുനരധിവാസം ഒരുക്കുന്നവർക്കാണ് വോട്ടെന്നാണ്. என் பேர் முருகன். இங்கே நான் 40 வருஷமாக இருக்கிறேன். குள்ளமா 55 வருஷமாக இருக்கிறோம். മുരുകനും കുള്ളമ്മയും ഒക്കെ തമിഴ്നാട്ടിൽ നിന്ന് ഡൽഹിയിലെത്തിയിട്ട് വർഷം 50 കഴിഞ്ഞു. കുടുംബവുമായി ബാരാപ്പുള്ള ഫ്ലൈ ഓവറിന് സമീപത്തെ ചേരിയിലാണ് താമസം.
ആധാറും റേഷനും തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുമൊക്കെ ഇവിടെ തന്നെ. സൗത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ജംഗ്പുര മണ്ഡലത്തിൽ ഉൾപ്പെട്ട ചേരിയുടെ പേര് മദ്രാസി ക്യാമ്പ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ഈ മദ്രാസി ക്യാമ്പിൽ കഴിയുന്നവർ. 400-ലധികം കുടുംബങ്ങളുണ്ട് ഈ ക്യാമ്പിൽ. പലരും 60 വർഷം മുമ്പ് ഇവിടെ എത്തിയവർ. 400-ലധികം കുടുംബങ്ങളിൽ ഭൂരിഭാഗം പേരും തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയവർ. അവശേഷിക്കുന്നവർ ബീഹാറിൽ നിന്നും യുപിയിൽ നിന്നും. മദ്രാസി ക്യാമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്തരിച്ച തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ചിത്രം ആലേഖനം ചെയ്ത അരങ്ങുകൾ കാണാം. ഡിസംബർ 5-ന് പുരട്ചി തലൈവയുടെ 9ാം ചരമവാർഷികം ആചരിച്ചതാണ്. ഓരോ വീടിന്റെയും ഉമ്മറത്ത് കോലമുണ്ട്. ഡൽഹിയിലാണെങ്കിലും ഇപ്പോഴും തമിഴ് ആചാരം കൈവിടാത്തവർ. ക്യാമ്പിനകത്ത് മാരിയമ്മൻ കോവിലുമുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മദ്രാസി ക്യാമ്പ് വാർത്തകളിൽ നിറഞ്ഞത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഒഴിഞ്ഞു പോകാനായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശം. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്നില്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും കുടിയൊഴിപ്പിച്ചേക്കാമെന്ന ഭീതി ഇവർക്കുണ്ട്. പുതിയ താമസ സൗകര്യം ക്യാമ്പിലെ ചിലർക്കെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം 50 കിലോമീറ്റർ അകലെ. അവിടേക്ക് മാറിയാൽ ഉപജീവനമാർഗം നഷ്ടപ്പെടുമെന്ന് ഇവർ പറയുന്നു. நாங்கள் ரொம்ப நாளாக அங்கே சிக்கிலே இருக்கோம். பசங்களாம் சின்ன சின்ன பசங்க வச்சுருக்கோம். நாங்களாம் கூலி வேலை பக்கத்துலேயே தான் போய் செய்யணும். ரொம்ப தூரத்தில் கொண்டு போய் விட்றாங்க. நாங்கள் எப்படி 50 கிலோமீட்டருக்கு அண்ணாறு கொண்டு விட்டாக்கா நாங்கள் எப்படி வந்து வேலை செய்ய முடியாது. எங்களால் எதுவும் பண்ண முடியாது. அது கிட்டத்திலே விட்டாக்கா எங்களுக்கு நல்லாயிருக்கும். ரொம்ப தூரத்தில் விட்டாங்கனாக்கா ஒன்றும் எங்களால் பண்ண முடியாது. വോട്ടെടുപ്പായതോടെ ഇവരുടെ പുനരധിവാസം വീണ്ടും തെരഞ്ഞെടുപ്പ് വിഷയമായി. ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിൽ വാക്പോര് വരെയായി. എന്തായാലും വീട് തരുന്നവർക്ക് വോട്ടെന്ന നിലപാടിലാണിവർ. இங்கே எங்களுக்கு யார் ஓட்டுறாங்களோ அவங்களுக்கு ஓட்டு போடுவோம். யார் எங்களுக்கு உதவி பண்ணுறாங்களோ அவங்களுக்கு நாங்கள் ஓட்டு போடுவோம். யார் தராங்களா அவங்களுக்கு ஓட்டு போடுவோம் நாங்கள். അത് കണ്ടിപ്പാ. പോരാട്ടം കടുക്കുമ്പോൾ ഇവരുടെ വോട്ടുകളും വിധിയിൽ നിർണായകമാകും. KP ധനേഷിനൊപ്പം ന്യൂഡൽഹിയിൽ നിന്ന് ER രാഗേഷ്, ന്യൂസ് 18. മന്ത്രി സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാതർ പരാമർശത്തിൽ കോൺഗ്രസും CPIM-ഉം വിമർശനം കടുപ്പിക്കുമ്പോഴും പ്രതികരിക്കാതെ BJP സംസ്ഥാന നേതൃത്വം. കേന്ദ്രമന്ത്രി സ്ഥാനത്ത് തുടരാൻ സുരേഷ് ഗോപിക്ക് അർഹതയില്ല എന്നും അപക്വമായ പ്രസ്താവനയെന്നുമാണ് നേതാക്കളുടെ പ്രതികരണം. എന്നാൽ പരാമർശം വളച്ചൊടിച്ചു എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വിശദീകരണം. ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഉന്നത കുലജാതർ, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവർ നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. വിവാദ പ്രസ്താവന പിൻവലിച്ചെങ്കിലും നാനാകോണിൽ നിന്നും സുരേഷ് ഗോപിക്കെതിരെ വിമർശനമുയരുകയാണ്. കേന്ദ്രമന്ത്രി പദത്തിലിരുന്ന് പറയാൻ കഴിയുന്ന വാക്കുകളായിരുന്നില്ല സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ദളിത് വിഭാഗത്തെ ആക്ഷേപിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്ന് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. ദളിത് വിഭാഗത്തിന് ഏൽപ്പിച്ച മുറിവ് ഒരു ഖേദപ്രകടനം കൊണ്ട് മാത്രം തീരുന്നില്ലെന്നും രാജവാഴ്ചക്കാലത്ത് മന്ത്രിയാകേണ്ട വ്യക്തിയാണ് സുരേഷ് ഗോപിയെന്നും V. ശിവൻകുട്ടി വിമർശിച്ചു. സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഒരു അധമ സംസ്കാരത്തിൽ നിന്ന് വന്നതാണെന്ന് K. രാജൻ പറഞ്ഞു. ഉന്നത കുലജാതരായ ആളുകൾ ഇതൊരു അധമമായ സംസ്കാരം മനസ്സിലുള്ളത് കൊണ്ട് ഉയർന്ന വാക്കുകളും പ്രവൃത്തികളുമാണ്. സുരേഷ് ഗോപിയുടെ പ്രസ്താവന അപക്വമെന്ന് VD സതീശനും പ്രതികരിച്ചു. ഉന്നത കുലജാതൻ ട്രൈബൽ അഫയേഴ്സിന്റെ നേതൃത്വം വഹിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രയോഗം എത്ര ഒരു കാലഹരണപ്പെട്ട ഒരു കാര്യമാണ്. ഏത് കാലത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? വിവാദ പരാമർശം രാജ്യസഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPI MP P. സന്തോഷ് കുമാർ നോട്ടീസ് നൽകി. ശേഷം പാർലമെന്റിന് മുന്നിൽ ഇടത് MPമാർ ധർണ നടത്തി. എന്നാൽ വേർതിരിവ് മാറ്റണമെന്നാണ് താൻ ഉദ്ദേശിച്ചത് എന്നാണ് സുരേഷ് ഗോപിയുടെ വിശദീകരണം. നല്ല ഉദ്ദേശത്തോടെ രാവിലെ പറഞ്ഞ തന്റെ പരാമർശം വളച്ചൊടിച്ചു. വാക്കുകൾ വന്നത് ഹൃദയത്തിൽ നിന്നാണ്. മുഴുവൻ ഭാഗവും കൊടുത്തതുമില്ല. തന്റെ പാർട്ടിയാണ് ഗോത്രവിഭാഗത്തിൽ നിന്നൊരാളെ രാഷ്ട്രപതിയാക്കിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം പരാമർശം വലിയ വിവാദമായിട്ടും BJP സംസ്ഥാന നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പിണറായി വിജയനെ തലോടിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വിമർശിച്ചും യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ ലേഖനം. കോൺഗ്രസിനെയും BJPയെയും വിമർശിക്കുന്ന വെള്ളാപ്പള്ളി ഈഴവർക്ക് പരിഗണന നൽകുന്നതിൽ തമ്മിൽ ഭേദം CPIM എന്നും പറയുന്നു. കോൺഗ്രസിലും BJPയിലും ഈഴവർക്ക് അവഗണനയാണ്. കോൺഗ്രസ് ഈഴവരെ വെട്ടിനിരത്തുന്നു. നിലവിലുള്ളത് K. ബാബു എന്ന ഒരു MLA മാത്രമാണെന്നും KPCC അധ്യക്ഷന് പോലും രക്ഷയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും വെള്ളാപ്പള്ളി വിമർശിക്കുന്നു.
BJP-യിലും കാര്യം മഹാകഷ്ടമാണ്. കസേരയ്ക്ക് പ്രശ്നം വരുമ്പോൾ മാത്രമാണ് നേതാക്കന്മാർ സമുദായത്തെ ഓർക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ അഭാവം CPM-നെ ബാധിച്ചിട്ടുണ്ട്. രണ്ടാമത് നേതാക്കളെ വളർത്തിയെടുക്കാൻ പാർട്ടിക്കായിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തുന്ന വെള്ളാപ്പള്ളി അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ചിലർ കളങ്കമുണ്ടാക്കും വിധമാണ് പ്രവർത്തിക്കുന്നതെന്നും പറയുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി പിണറായി സർക്കാർ ഒട്ടേറെ കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ നിഷ്പ്രഭമാക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലർ ചെയ്യുന്നത്. അതിലൂടെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും പാർട്ടിക്കും കളങ്കമുണ്ടാക്കുകയാണ്. പാർട്ടി നേതാക്കളും അണികളും വരെ ദുരനുഭവങ്ങളുടെ ഇരകളാണ്. അതേസമയം പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുമെന്നും വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥത്തിലെ ലേഖനത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബ്രൂവറി വിഷയത്തിൽ മന്ത്രി MB രാജേഷിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളം ക്ഷണിക്കുന്നതിന് മുമ്പ് IOC അനുമതി നൽകിയിട്ടില്ല എന്നും മന്ത്രിയുടെ വാദം പച്ചക്കള്ളമാണ് എന്നും VD സതീശൻ പറഞ്ഞു. അപേക്ഷ നൽകി അന്ന് തന്നെ വാട്ടർ അതോറിറ്റി അനുമതി നൽകിയത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എക്സൈസ് മന്ത്രി ഇക്കാര്യം ചെയ്തത് എന്നും VD സതീശൻ ആരോപിച്ചു. ബ്രൂവറി വിവാദത്തിൽ CPIM-നെ കടന്നാക്രമിച്ച് PV അൻവർ. മുഖ്യമന്ത്രിയും സർക്കാരും കൊള്ളസംഘമായി മാറിയെന്നും മനുഷ്യരെ വെല്ലുവിളിച്ച് അഴിമതി നടത്തുന്നുവെന്നും അൻവർ ആരോപിച്ചു. മദ്യനയം മുന്നണിക്കുള്ളിൽ പോലും ചർച്ച ചെയ്യാത്ത അവസ്ഥയാണ്. CPIയുടെ ശബ്ദത്തിന് പോലും വിലയില്ല എന്നും ഘടകകക്ഷികൾ പിണറായി സത്തോട് വിധേയപ്പെട്ടുപോയി എന്നും അദ്ദേഹം വിമർശിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. സ്വർണം ഗ്രാമിന് 7670 രൂപ, പവൻ 61360. 18 ക്യാരറ്റ് ഗ്രാമിന് 6365, പവൻ 50920. വെള്ളി ഗ്രാം 100, കിലോ 1,00,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ കാണാം. നമസ്കാരം.